നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഇരിങ്ങൽ കോട്ടയ്ക്കൽ നിവാസികളുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് കോട്ടയ്ക്കൽ വെൽഫെയർ അസോസിയേഷൻ ഇഖ്വ 15ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ദുബായ് റിവാഖ് അൽ ഔഷ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ഇഖ്വ പ്രസിഡന്റ് MK നവാസ് അധ്യക്ഷത വഹിച്ചു. കുടുംബസംഗമത്തിൽ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഹാരിസ് ആരോഗ്യ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ UAE രക്തദാന കൂട്ടായ്മയായ ബ്ലഡ് ഡൊണേഴ്സ് കേരള സാരഥി പ്രയാഗ് പേരാമ്പ്ര, 52 വർഷം UAE പ്രവാസം പൂർത്തിയാക്കിയ മൊയ്തു കുറ്റ്യാടി, ഇഖ്വ സ്ഥാപക ഭാരവാഹി അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് എന്നിവരെ ആദരിച്ചു. കണ്ണൂർ പ്രവാസി കൂട്ടായ്മയായ കിയോസ് 14ാം വാർഷികം ആഘോഷിച്ചു. റിയാദ് എക്സിറ്റ് 18 ഇസ്തിറാഹയിൽ കണ്ണൂർ ഉത്സവം 2024 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ SSLC +2 പരീക്ഷകൾ പാസ്സായ കുട്ടികളെ ആദരിച്ചു. സാംസ്കാരിക സമ്മേളനം സ്ഥാപക കൺവീനർ അബൂട്ടി മാസർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഡോക്ടർ സൂരജ് അധ്യക്ഷത വഹിച്ചു. NG ഹുസൈൻ അലി, PV അബ്ദുറഹ്മാൻ, KP അബ്ദുൽ മജീദ്, ഷാക്കിർ കൂടാളി, ഹാഷിം നീർവേലി, VK മുഹമ്മദ്, UP മുസ്തഫ, വികേഷ്, ലിയാഖത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ പൂക്കോയ തങ്ങൾ സ്വാഗതവും കൺവീനർ സൈഫു നന്ദിയും പറഞ്ഞു. ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം ശക്തമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവയെ മറികടക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൂതന ആശയങ്ങളുമായി ആഗോളതലത്തിൽ നടക്കുന്ന കാലാവസ്ഥാ വ്യതിയാന ചലഞ്ചിലേക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. വിദഗ്ധരടങ്ങുന്ന ജൂറി ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച നിർദ്ദേശങ്ങൾ അസർബൈജാനിലെ ബാക്കുവിൽ ഈ വർഷം നടക്കുന്ന COP29 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ വിദഗ്ധർക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രത്യേക കോഴ്സ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും പഠിക്കുകയും ചെയ്യാം. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഹെൽത്ത് കെയർ സേവനദാതാക്കളായ ബുർജിൽ ഹോൾഡിംഗ്സും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈദ് ബിസിനസ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാലാവസ്ഥാ വ്യതിയാന ചലഞ്ചിൻ്റെ 2ാം പതിപ്പാണ് ഇതിന് വേദിയൊരുക്കുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടാൻ സജ്ജരായ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനാണ് ഈ ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.